ഈ വീഡിയോ നിങ്ങൾ ഒറ്റയ്ക്കാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യുക. 1970 കാലഘട്ടം. ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റായ ഡോണയ്ക്ക് അവളുടെ അമ്മ ഒരു പാവയെ ഗിഫ്റ്റ് ചെയ്യുന്നു. അവൾ ആ പാവയെ തൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുവയ്ക്കുന്നു. പക്ഷേ പ്രശ്നമെന്തെന്നാൽ ഈ പാവയെ വച്ചിടത്തൊന്നും കാണാൻ സാധിക്കില്ല. ഒരു മുറിയിൽ വെച്ചാൽ അവിടെ ഉണ്ടാവില്ല, തൊട്ടപ്പുറത്തെ മുറിയിൽ കാണും. കൈകളെല്ലാം മാറിയിരിക്കും, കാലുകൾ തിരിഞ്ഞിരിക്കും, മുഖം പോലും മറ്റു രീതിയിലായിരിക്കാം. ഡോണയ്ക്കും അവളുടെ റൂംമേറ്റ് ആൻജിക്കും കാര്യം മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ട്. ഒരു ദിവസം ഡോണയും ആൻജിയും വീട്ടിലോട്ട് വരികയായിരുന്നു. വീട്ടിൽ കയറിയതും ഫ്ലോറിൽ ഒരു പേപ്പർ കിടക്കുന്നു കണ്ടു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹെൽപ്പ് മീ. ആ സമയം ആ വീട്ടിൽ വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. ഡോണയ്ക്കും ആൻജിക്കും ചെറുതായി ഭയം വരാൻ തുടങ്ങി. കാരണം അത്തരത്തിലൊരു പേപ്പർ ആ വീട്ടിൽ വേറെ ഉണ്ടായിരുന്നില്ല. ഡോണയ്ക്ക് ഇതൊരു പാരാനോർമൽ ആക്ടിവിറ്റി ആണെന്ന് സെൻസ് ചെയ്യുകയുണ്ടായി. അവൾ അപ്പോൾ തന്നെ ഒരു സൈക്കിക്കിനെ വിളിച്ചു. ശേഷം സൈക്കിക് വരികയും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം ആ സൈക്കിക് പറഞ്ഞ കാര്യങ്ങളാണ്, ഈ പാവയിൽ ഒരു കൊച്ചുകുട്ടിയുടെ ആത്മാവുണ്ട്. അതിൻ്റെ പേര് അനബെല്ല വൈക്കിങ്സ്. ആ കുട്ടി പണ്ടിവിടെ മരിച്ചു പോയതാണ്. ആ കുട്ടിയുടെ ആത്മാവ് ഈ പാവയിൽ പ്രവേശിച്ച് നിങ്ങളോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് ഡോണയുടെ മനസ്സ് അലിഞ്ഞുപോയി. അവൾ ആ ആത്മാവിനെ തന്നോടൊപ്പം ജീവിക്കാനുള്ള അനുവാദം കൊടുത്തു. പക്ഷേ അതായിരുന്നു അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവിടെ നിന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ഡോണയ്ക്കൊരു സുഹൃത്തുണ്ട്, ലൂ. അവൻ എപ്പോഴും പറയുമായിരുന്നു ഈ പാവയിൽ എന്തോ ഒരു ദുശക്തിയുണ്ടെന്ന്. ഒരു രാത്രി അവിടെ കിടന്നുറങ്ങിയായിരുന്ന ലൂവിന് പെട്ടെന്ന് കഠിനമായി തണുപ്പ് അനുഭവപ്പെട്ടു. ഭീകരമായ രീതിയിൽ ശ്വാസം മുട്ടലും. കണ്ണു തുറന്നു നോക്കി അവൻ കണ്ടത് അവന് തൊട്ടു മുൻപിൽ അനബെല്ല പാവ നിൽക്കുന്നു. അവൻ ആ പാവയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. തലനാരിഴയ്ക്കാണെന്ന് അവൻ രക്ഷപ്പെട്ടത്. മറ്റൊരു ദിവസം അവൻ ലിവിംഗ് റൂമിലിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് ചെക്ക് ചെയ്യാൻ പോയ ലൂവിന് നേരെ ഒരു ഭീകര സത്വം പാഞ്ഞെടുത്തു. ആ സത്വം ലൂവിന് നേരെ ആഞ്ഞടിച്ചു. ലൂ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ശേഷം അവന്റെ ശരീരത്തിൽ കരിഞ്ഞുണങ്ങിയ നിലയിലുള്ള 7 നികപ്പാടുകൾ കണ്ടെത്തി. ഡോക്ടർമാർക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം ഡോണാകെ ഭയന്നു പോയി. എന്തോ വലിയ പ്രശ്നമുണ്ട്. അവൾ ഒന്നും ചിന്തിച്ചില്ല. ആ കാലത്തെ ഏറ്റവും വലിയ എക്സോസിസ്റ്റുകളായ എഡ് ആൻഡ് ലൊറൈൻ വാറനെ വിളിച്ചു വരുത്തി. അങ്ങനെ എഡ് ആൻഡ് ലൊറൈൻ വാറൻ വന്നു. ഫ്ലാറ്റ് മുഴുവൻ നടന്നു കണ്ടു, പാവയെ നിരീക്ഷിച്ചു. അവസാനം അവരുടെ നിഗമനം ഇങ്ങനെയായിരുന്നു, ഡോണയും ആൻജിയും വിചാരിക്കുന്ന പോലെ ഈ പാവയിൽ ഒരു കുഞ്ഞിന്റെ ആത്മാവല്ല, മറിച്ച് നരകത്തിൽ നിന്നുള്ള ഒരു ഭീകരനായി ചെകുത്താനാണ് ഈ പാവയിലുള്ളത്. അതിന് ഈ പാവയിലും ഈ വീട്ടിലും ജീവിക്കാനുള്ള അനുവാദം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളുടെ കൂടെ താമസിക്കാനല്ല, നിങ്ങളുടെ ആത്മാവിനെ അപഹരിക്കാനാണ് അവന്റെ തീരുമാനം. ഇത് കേട്ടതും ഡോണയും ആൻജിയും ആകെ ഭയന്നുപോയി. എങ്ങനെയെങ്കിലും ഈ പാവയെ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചാൽ മതിയെന്നായി അവൾക്ക്. അതുകൊണ്ട് തന്നെ വാറൻ ദമ്പതികൾ ആ പാവയെ എടുക്കാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് പോകുമ്പോൾ വാറൻ ദമ്പതികൾ ആ പാവയെ എടുക്കുകയും തങ്ങളുടെ ഒക്കൾട്ട് മ്യൂസിയത്തിൽ ഒരു ചില്ലുകൂട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ ചില്ലുകൂട്ടിന് മുകളിൽ വളരെ ശക്തിയുള്ള ഒരു കുരിശ് സ്ഥാപിക്കുകയും അതിനു മുകളിൽ ഇത്തരത്തിൽ എഴുതി വെക്കുകയും ചെയ്തു, ടു നോട്ട് ടച്ച്. കാരണം അതിനകത്തുള്ള ശക്തി അത്ര ഭീകരമായിരുന്നു. എന്നിട്ട് പോലും ആ പാവയും അതിനകത്തുള്ള ശക്തിയും അടങ്ങിയിരുന്നില്ല. ഒരിക്കൽ ഒക്കൾട്ട് മ്യൂസിയം സന്ദർശിക്കാൻ വന്നൊരു പയ്യൻ ആ പാവയെ കളിയാക്കി ആ ചില്ലിക്കൂട്ടിൽ തട്ടിയതിനു ശേഷം, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഒരു പോറലെങ്കിലും ഏൽപ്പിക്കുക എന്ന് വെല്ലുവിളിച്ചു. അവിടെ നിന്നിറങ്ങി 5 മിനിറ്റ് ആ പയ്യൻ ഒരു ബൈക്ക് അപകടത്തിൽ മരിക്കുകയുണ്ടായി. കഴിഞ്ഞില്ല. അനബെല്ല പാവയെ കൂടെ തുറന്ന് കയ്യിലെടുത്തൊരു പുരോഹിതനുണ്ടായിരുന്നു. അതിനോടുള്ള ദേഷ്യം കാരണം ആ പുരോഹിതൻ ആ പാവയെ വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിനും മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് മരിച്ചില്ല. കഴിഞ്ഞില്ല. ഇനിയും അനബെല്ലയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട്. ആരും എവിടെയും പറയാത്ത കാര്യങ്ങൾ. അനബെല്ല ഒരു കളിപ്പാവയല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇനിയും ഇത്തരം വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.